تبختر ترجل بصوت وخيل فما لك في الأرض درب صحيح. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹ്. സൂഫി ലോകം അങ്ങനെയാണ്. അവർ വെറുതെ അശ്രദ്ധരായി അലസരായി കഴിയുകയല്ല. അവരുടെ സമീപനങ്ങളിൽ, സംസാരങ്ങളിൽ, പ്രതികരണങ്ങളിൽ വളരെ വളരെ അർത്ഥഗംഭീരമായ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതാ ഹാത്തമുൽ അസം റളിയല്ലാഹുവിനോട് ഒരാളുടെ ചോദ്യം, ഏതു കാര്യങ്ങളിലാണ് നിങ്ങൾ അള്ളാഹുവിനെ തവക്കുലാക്കി ഇരിക്കുന്നത്? അപ്പോൾ മറുപടി പറഞ്ഞെന്താ? 4 കാര്യങ്ങളിൽ. എന്തായിരുന്നു ഒന്ന്? മഹാനവറുകൾ പറയാ, എൻ്റെ ഭക്ഷണം അത് മറ്റാരും ഭക്ഷിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സമാധാനം ലഭിച്ചു. രണ്ടാമത്, എൻ്റെ അമലുകൾ അഥവാ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് മറ്റാരും ചെയ്യില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ അമലിൽ വ്യാപൃതനായി. 3, എൻ്റെ മരണം അത് ഓർക്കാപ്പുറത്ത് വന്നെത്തുമെന്നറിഞ്ഞപ്പോൾ ഞാൻ അതിന് ഗൗരവത്തിലെടുത്തു. 4, അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് മറയാൻ സാധ്യമല്ലെന്നറിഞ്ഞപ്പോൾ ഞാൻ അവനോട് ലജ്ജ കാണിച്ചു. എന്തായിരുന്നു സുഹൃത്തുക്കളെ ഈ പറഞ്ഞത്? ഭക്ഷണം അത് അള്ളാഹ് നമുക്ക് കണക്കാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ പേരിൽ വലിയ ബേജാറായി അതും ഇതും നാം ചിലരൊക്കെ കാണിച്ചു കൂട്ടുന്നു. വേണ്ട, അത് കണക്കാക്കിയത് ഇവിടെ കിട്ടും. അമലുകൾ, കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, എന്ത് കാര്യമാകട്ടെ അത് ഞാൻ തന്നെ ചെയ്യണം, വേറെ ആൾ ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ശ്രദ്ധ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. മരണം അങ്ങനെയാണല്ലോ, എപ്പോൾ വേണമെങ്കിലും വരാം. അതാ 2 ദിവസം മുമ്പ് സുഹൃത്ത് സുലൈമാൻ്റെ മരണ ചടങ്ങിന് പോയി. രാത്രിയാണ് അവിടെ എത്തിയത്. ആ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ 2 ജ്യേഷ്ഠന്മാരുണ്ട്. മറ്റൊരു ജ്യേഷ്ഠൻ ഉംറയിലാണ്. 3 ജ്യേഷ്ഠനുള്ളപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായ സുലൈമാൻ യാത്രയായിരിക്കും. ജ്യേഷ്ഠന്മാരെ നിർത്തി അനുജൻ, വാപ്പന്മാരെ നിർത്തി ചിലപ്പോൾ മക്കൾ പോകുന്നു, ഉസ്താദന്മാരെ നിർത്തി ശിഷ്യന്മാർ പോകുന്നു. ഇതൊക്കെ നാം കാണാറുണ്ട്. എന്നാൽ മഹാനവറുകൾ പറഞ്ഞത് 4, അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് മറയാൻ സാധ്യമല്ലല്ലോ. ശരിയാണല്ലോ, നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നു അത് അള്ളാഹു നിരീക്ഷിക്കുന്നു. അള്ളാഹു കാണാത്തൊരു സ്ഥലവുമില്ല. ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ ജീവിതം ചിട്ടപ്പെടുമല്ലോ. എന്താണിത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം? പുണ്യനാളുകൾ ഒന്നൊന്നായി കഴിഞ്ഞു പോവുകയാണ്. റജബ് നമ്മോട് ഇവിടെ പറഞ്ഞു കാത്തു നിന്നില്ല. ഷഅബാൻ്റെ ധന്യമുഹൂർത്തങ്ങളിൽ ഏകദേശം ആദ്യ ഭാഗം പിന്നിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നാം കാത്തിരിക്കുന്നത് ഷഅബാൻ 15-ാം രാവാണ്. വളരെ അത്യുജ്വലമായ മഹാത്മ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പുണ്യരാവ്. വിശുദ്ധ ഖുർആനിൻ്റെ വാചകത്തിലേക്ക് വരാം. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. പടച്ചതമ്പുരാനാണ് പറഞ്ഞത്, നാം അതിനെ അവതരിപ്പിച്ചു മുബാറക്കായ രാത്രി, പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഈ രാവ് ലൈലത്തുൽ ഖദ്ർ മറ്റൊന്നാണ്, അത് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഈ രാവ് വഖാല ഇക്രിമത്തു റളിയല്ലാഹു അൻഹു ത്വായിഫത്തുൻ ആഖറൂൻ, ഇക്രിമ എന്ന മഹാനവറുകൾ മറ്റു മഹാത്മാക്കളും പറയുന്നു, ഇന്നഹാ ലൈലത്തുൽ ബറാഅ. ഖുർആൻ പറഞ്ഞു ഈ രാവ് ബറാഅത്തിൻ്റെ രാവാണ്. ബറാഅത്തിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ വഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ മാസത്തിലെ പകുതിയുടെ രാവ്. റാസിയുടെ ഉദ്ധരണിയാണ്. ഖാല ബഅദുൽ മുഫസ്സിരീൻ അൽ മുറാദു മിനൽ ലൈലത്തുൽ മുബാറക ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ. അതെ, പല പല വ്യാഖ്യാതാക്കളും ഖുർആൻ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് ലൈലത്തുൽ മുബാറക് അനുഗ്രഹീത രാവ് എന്നുകൊണ്ട് ഷഅബാൻ്റെ പകുതിയുള്ള രാവ്, അതിന് ലൈലത്തുൽ മുബാറക്ക എന്ന പേരുണ്ട്, ലൈലത്തുർ റഹ്മ എന്ന പേരുണ്ട്, അനുഗ്രഹത്തിൻ്റെ രാവ്. ലൈലത്തുൽ ബറാഅ പാപമോചനത്തിൻ്റെ രാവ്. ലൈലത്തുൽ സഖ് അഥവാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അബൂ സഊദ് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പോലും വിശേഷിപ്പിച്ച പുണ്യരാവ് ഇതാ തൊട്ടടുത്ത് വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ റജബുൻ ഷഅബാൻ റമളാൻ്റെ മുന്നൊരുക്കമാണല്ലോ. റമളാൻ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ വരവേൽക്കണം എന്നൊരു തയ്യാറെടുപ്പിൻ്റെ ചിന്തകളാണ് വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. എങ്കിൽ ഇനിയും അശ്രദ്ധയിലാണോ, അലസരായി കഴിയുകയാണോ? എപ്പോഴാണ് നാം നന്നാകുക എന്നുകൂടി ചിന്തിക്കണ്ടേ? ഇപ്പോൾ ബറാഅത്ത് രാവ് അത് വന്നു കഴിഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കില്ലേ, റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഉദ്ധരണി, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ
ഷഅബാൻ്റെ പകുതി രാവ് അഥവാ ബറാഅത്ത് രാവ് അത് സമയക്തമായാൽ ഫഖൂമു ലൈലഹ, ആ രാത്രി നിങ്ങൾ ഇബാദത്ത് കൊണ്ട് സജീവമാക്കണം. അപ്പോൾ സൂമു നഹാറഹ, പകൽ വ്രതമെടുക്കണം. ഷഅബാൻ്റെ രാത്രി ഇബാദത്തുകൾ മഹന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, യുഖ്റഉ സൂറത്തു ദുഖാൻ മറത്തൻ വസൂറത്തു യാസീൻ സലാത്ത മറാത്ത് ഫി ലൈലത്തിൽ ബറാഅത്ത് രാത്രി സൂറത്തു ദുഖാൻ ഒരു പ്രാവശ്യം ഓതുക, യാസീൻ 3 പ്രാവശ്യം ഓതുക, മറത്തുൻ ലിൽ ബറക്ക 1 പ്രാവശ്യം, ഫിൽ ഉംരി വയസ്സിൽ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാനാണ്. വത്താനി രണ്ടാമത്തിൽ ബറക്കത്ത് ഫിരിസ്ഖി, ഭക്ഷണത്തിൽ ബറക്കത്ത് കിട്ടാനാണ് രണ്ടാമത്തെ യാസീൻ. വസാലിസു ലി ഹുസ്നുൽ ഖാത്തിമ, അന്ത്യസമയം നന്നായി മരിക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ യാസീൻ. നമ്മുടെ പൂർവികന്മാരൊക്കെ ഇത് ചെയ്തു പോരുന്നു. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക, ഖുർആനോത്ത്, സ്വലാത്ത്, ദിക്ർ, കരഞ്ഞ് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ രാവിനെ പറ്റി ഉൾപ്പെടെ പറയുകയാണ്, ജുമുഅ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, റജബ് മാസം 1 ആദ്യത്തെ, ഷഅബാൻ 15 എന്നീ ദിവസങ്ങളുടെ രാവുകളിൽ പ്രാർത്ഥനകൾക്ക്, ദുആകൾക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണ്. ഫത്താവുൽ കുബ്ര ഉദ്ധരിക്കുകയാണ്. ഇപ്പോൾ റജബ് 1 മുതൽ വിശ്വാസികൾ കൂടുതൽ പ്രാർത്ഥനയും ദുആയും ഒക്കെ ആയി സഞ്ചരിക്കുന്നു. അതിലൂടെ ശ്രമത്തിലാണ് എന്ന് നാം സൂചിപ്പിച്ചല്ലോ. പ്രത്യേകിച്ച് ഷഅബാൻ 15 ഈ രാവ്, ബറാഅത്ത് രാവ്, നമ്മൾ ഏറെ ജാഗ്രത ഉണ്ടാക്കണം. കുടുംബങ്ങളോട് അതിൻ്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സമയങ്ങൾ വിനിഷ്ടമാക്കരുത്. നാട്ടിലില്ലാത്ത ബന്ധുമിത്രാദികളും കുടുംബാദികളും മക്കളും അവർക്കൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ദാ ബറാഅത്ത് വരുന്നു എന്നൊക്കെ പറയണം. നമ്മുടെ നാടുകളിലാണെങ്കിൽ നാം നമ്മുടെ കുടുംബാദികളൊക്കെ കിടക്കുന്ന ഖബർസ്ഥാനിലൊക്കെ പോയി അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഇല്ല, ഇതൊക്കെ ഉണ്ടല്ലോ, സിയാറത്ത് ചെയ്യും. എന്ന് മാത്രമല്ല, അങ്ങനെയും ചില മഹാന്മാർ പറഞ്ഞതായി കാണാം. നമ്മുടെ മരിച്ചുപോയ ആത്മാക്കളൊക്കെ ഈ ദിവസം സജീവമായി നാം എന്ത് ചെയ്യുമെന്ന് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മഹാന്മാരും ഒക്കെയുണ്ട്. അപ്പോൾ ബറാഅത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സംഭവം നാം കേട്ടിട്ടില്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം കാണാതായി വിരിപ്പിൽ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീലാണ് നിബിധങ്ങൾ, ഇബാദത്തിൽ സജീവമാണ്. ആയിഷ ബീവിയോട് ആ ദിവസം രാവിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഈ രാവിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്നു. ആ പ്രാധാന്യത്തിൽ കാണാം, കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമം അതിനേക്കാളേറെ അള്ളാഹു പുറത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു നരകമോചനം നൽകുന്നു എന്നൊക്കെ ഹദീസിൽ കാണാമെങ്കിൽ ചെറിയൊരു രാവല്ല കടന്നു വരുന്നത്. പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാവ്. നാം അതിനെ വിനിയോഗിക്കുന്നുണ്ടോ? അതിനെ സജ്ജമാക്കാൻ ഒരുക്കമാണോ? അതിന് നാം നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് സമർപ്പിക്കണം. നന്നാവണം, ഞാൻ നന്നായി തീരണം എന്ന ഉറച്ച ബോധം. എൻ്റെ ഹൃദയങ്ങൾക്ക് പ്രകാശം ലഭിക്കണം, ഹൃദയത്തിന് പരിശുദ്ധി ലഭിക്കണം. അങ്ങനെ ഒരു സംസ്കരണത്തിൻ്റെ നാളുകൂടിയാണല്ലോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടുത്തെ ജീവിതം കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. നമ്മുടെ ഹൃദയം അതിന് സജ്ജമാണോ, അതിന് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന സ്വന്തം മനസ്സാക്ഷിയോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണം. ഞാൻ റജബ് വന്നു, എത്രത്തോളം ഞാൻ അല്ലാഹുവിലേക്ക് എടുത്തു, എത്രത്തോളം ഞാൻ ഖേദപ്രകടനം നടത്തി. ഇതാ ഷഅബാൻ വന്നു, ഷഅബാൻ്റെ മഹത്വം മനസ്സിലാക്കിയോ എന്നത് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഇതാ ഷഅബാൻ്റെ 15-ാം രാവ് ലൈലത്തുൽ ബറ കടന്നു വരികയാണ്, പാപമോചനത്തിൻ്റെ രാവ്. അന്ന് ഇബാദത്തുകളെ കൊണ്ട് സജ്ജമാക്കാൻ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയെടുത്തോ, അഥവാ നല്ല സംസ്കരണങ്ങളെ കൊണ്ട് ഹൃദയത്തെ പരിശുദ്ധമാക്കി പവിത്രമാക്കി സർവശക്തനായ ജഗന്നിയന്താവായ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു ഹൃദയം ഞാൻ സ്വായത്തമാക്കിയോ എന്നിങ്ങനെ ആത്മവിചാരണ നടത്തിക്കൊണ്ടിരിക്കുക. ജഗന്നിയന്താവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ കൃപ കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.